പടച്ചവനെ ചിലർക്ക് സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ, അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത അഹങ്കാരമാണല്ലോ, വല്ലാത്ത ആഡംബര ജീവിതമാണല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അതാ ഒരു മനുഷ്യനെ കുറിച്ച് സമ്പത്ത് അഹങ്കാരം നടിച്ചതിന്റെ പേരിൽ നശിച്ചുപോയ ഒരു മനുഷ്യന്റെ ഉദാഹരണ സഹിതം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത്, അവനെ തകർത്ത് കളഞ്ഞത് എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് ഉദാഹരണ സഹിതം പറയുകയാണ്. ആരുടെ കാലഘട്ടത്തിലാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഇന്ന ഖാറൂന കാന മിന ഖൗമി മൂസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മൂസാ നബിയുടെ ജനതയിൽ പെട്ടവനാണ് ഖാറൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അതാ ജനതയിൽ പെട്ടവനായിരുന്നു. അവിടെ നിന്ന് ഖുർആൻ പറയുകയാ, മൂസാ നബിയുടെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവിടെ നിന്ന് ഹദീസ് നോക്ക്. അവിടെ നിന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവന് തുടക്കത്തിൽ മൂസാ നബിയുടെ കൂടെയായിരുന്നു. നടക്കുന്നതും സർവകാര്യങ്ങളും ചെയ്യുന്നതും മൂസാ നബിയുടെ കൂടെയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് അവൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പടച്ചവനെ ഭൗതികവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും ഇങ്ങനെ ഒരുപാട് ആ മനുഷ്യന് പിന്നീട് ഉണ്ടാകുമ്പോ ആ മനുഷ്യൻ അതാ പടച്ചവനെ മതിമറന്നു പോവുകയാണ്. അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിയുമ്പോ പടച്ചവനെ വന്ന വഴി മറന്നു പോകുന്ന പലരുമുണ്ട്. ഒന്നുമില്ലാതെ പായിപ്പാട് കടന്നു വന്നിട്ട് ഇന്ന് പടച്ചവൻ ഒരുപാട് സമ്പത്ത് കൊടുത്തവരുണ്ടല്ലോ. വലിയ കൊട്ടാരങ്ങളായല്ലോ, ഒരുപാട് ഷോപ്പുകളായല്ലോ, സഞ്ചരിക്കാൻ വാഹനമായല്ലോ, മുന്നിലും പുറകിലും നടക്കാൻ ആളുണ്ടായല്ലോ. പടച്ചവനെ അങ്ങനെ ഒന്നുമില്ലാതെ വന്നിരുന്നവര് പടച്ചവൻ അനുഗ്രഹം കൊടുത്തപ്പം മറന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. പടച്ചവനെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഖാറൂനിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഖാറൂനും അങ്ങനെയായിരുന്നു. ഒന്നുമില്ലാത്തവനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു, മൂസാ നബിയുടെ കൂടെ നടക്കുന്നവനായിരുന്നു. പക്ഷേ ആ ഖാറൂനിന് സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അവന് സമ്പത്ത് കൊടുത്തപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പടച്ചവനെ അവന് പണക്കാരനാവുകയാണ്. അവന് സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. ആ പണം അവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാ. എങ്ങനെയാണ് അവന് സമ്പത്ത് വന്നതെന്നറിയുമോ? സമ്പത്ത് വന്നു വല്ലാതെ അങ്ങ് കൂടുകയാണ്. അവന്റെ സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറയുകയാ. ഇന്ന ഖാറൂന കാന മിന ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹും മിനൽ കുനൂസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ. ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫറഖ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. പടച്ചവനെ ആരെങ്കിലും പറയുന്ന കണക്കല്ല. ആ ഖാറൂനിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പടച്ചവനെ അവന്റെ കയ്യിലിരിക്കുന്ന ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ, അവന്റെ ലോക്കറുകളുടെ ചാബികളുണ്ടല്ലോ, അവനവന്റെ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ താക്കോലുകൾ ചുമക്കാൻ എത്രയോ ജനതകൾക്ക് ചുമക്കാൻ, വലിയ വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ള താക്കോലുകൾ പോലും അവന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീടിനകത്തിരിക്കുന്ന അലമാരിയുടെ താക്കോല് വീട്ടിൽ വെച്ച്
വെച്ചിരിക്കുന്ന വല്ല സ്വർണവും പൈസയും വെച്ചിരിക്കുന്ന അലമാരയുടെ താക്കോല് കട്ടിലിനടിയിൽ വെക്കുന്നവരുണ്ട്, തലകണക്കടിയിൽ വെക്കുന്നവരുണ്ട്, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, കഴുത്തിൽ കെട്ടിയിട്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ചിരിക്കണേ? എന്താ ചിരിക്കണേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു കുടുംബം ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. അദ്ദേഹം പറയുന്നു, ഉസ്താദ് ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കില്ല, കോടിക്കണക്കിന് ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, അത്രയ്ക്കും ജാഗയുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, 5 പൈസ കൊടുക്കൂല. താക്കോൽ എവിടെയാ? കഴുത്തിൽ കെട്ടിയിട്ടിരിക്കുക, തുണിക്കകത്ത്. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കണ്ടിട്ടുണ്ടോ അൻസാരി എണ്ണ അങ്ങനെ വല്ലതിന്? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? കൊടുക്കൂല, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കും താക്കോല്, ഒരെണ്ണവേ ഉള്ളൂ. ആകെ അവനുള്ള എന്താ? എന്തോ നക്കാപ്പി ചെയ്യണ്ട, അതുപോലും സൂക്ഷിക്കുന്ന ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കാറൂനിന്റെ ലോക്കറിന്റെ താക്കോല് വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ളത് അത്രയും ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ നല്ല രൂപത്തിൽ ജീവിച്ച് നല്ലവനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ. എന്നാൽ പിന്നീട് അവന് ധനമുണ്ടായപ്പോ, സമ്പത്ത് ഒരുപാട് വന്നപ്പോ പിന്നെ തോന്നിവാസം കൂടി. അതങ്ങനാണല്ലോ, പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നുമില്ല. എന്തുപ്പാ ഇല്ലേ? പലതും പറയണമെന്നുണ്ട്, ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ എന്ത് നിയമം? സമ്പത്ത് കൂടിക്കഴിയുമ്പോ പിന്നെ നമുക്ക് പലതും, ഇപ്പൊ തന്നെ ഓണസദ്യയൊക്കെ നമുക്ക് അതൊക്കെ നിസ്സാരമായി പോയില്ലേ? അങ്ങനല്ലേ? പണം കൂടിക്കഴിയുമ്പോ നമുക്ക് പിന്നെ എല്ലാം എളുപ്പം. അത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, ഇത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, അവിടെ കൊടുക്കാമല്ലോ ഇവിടെ കൊടുക്കാമല്ലോ, ഇതൊക്കെ മറ്റേതല്ലേ മറിച്ചതല്ലേ മസല, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സമ്പത്ത് കൂടി കഴിയും അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇവനിങ്ങനെ സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോൾ അവന് തോന്നിവാസവും കൂടി, അക്രമവും കൂടി, അഹങ്കാരം കൂടി. ഇവനെങ്ങനെ എപ്പോ പറയുന്നറിയോ? ഞാൻ ഉണ്ടാക്കിയതാ ഇത് മുഴുവനും, ഇതൊക്കെ എങ്ങനെ വെറുതെ കിട്ടിയതാണോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത്. പള്ളിയിൽ ഉസ്താദ് പറയുന്നത് ഇതൊക്കെ ശരിയല്ല, പോടാ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ ഉണ്ടാക്കിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി, ഞാൻ ഇഷ്ടപ്പെട്ട പോലെ. നിനക്ക് എന്താ വേണം അല്ലേ? ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ നിനക്ക് എന്താ ചോദിക്കാനുള്ള കഥ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അവന്റെ ജീവിതം അതിരുവിട്ടുപോയി. അവന്റെ ജീവിതം അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് അവൻ ആർഭാട ജീവിതങ്ങളെ നയിക്കുകയാണ്, അഹങ്കാരം കാണിക്കുകയാണ്. അതിരുവിട്ട് ജീവിച്ചപ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നവരും അവനെ നന്നാക്കാൻ തീരുമാനിച്ചു. കൂടെ നടന്നവനാണല്ലോ. ഇന്നലെ വരെ കൂടെ നടന്നവന് പെട്ടെന്ന് വഴിതെറ്റി പോകുമ്പോൾ അവനെ ഒന്ന് ഉപദേശിക്കണമല്ലോ, അവനെ നന്നാക്കണമല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസാ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക ولا تبغي الفساد في الأرض إن الله لا يحب المفسدين. കാറൂൻ ഒരുപാട് സമ്പത്ത് കിട്ടുകഴിഞ്ഞപ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്നത് കണ്ടപ്പോ മൂസാ നബിയും തന്റെ അനുയായികളും അവനെ ഉപദേശിക്കുകയാണ്. പടച്ചറപ്പ് നിനക്ക് നൽകിയതാണ്, നിനക്ക് പരലോക ചിന്തയില്ലേ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലേ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? അല്ലാഹുവല്ലേ നിനക്കിത് തന്നത്, ഇതിന്റെ ഒരു ഓഹരി പാപങ്ങൾക്ക് കൊടുത്തുകൂടെ? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൂടെ? നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുകൂടെ? എന്തിനാണ് നിനക്ക് റബ്ബ് തന്നത് മുഴുവനും നീ ഇങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ ചിലവഴിക്കുന്നത്? എന്തിനാണ് നീ ദുനിയാവിലെ കുഴപ്പമുണ്ടാക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കാറൂനിനെ ഉപദേശിക്കുമ്പോ അല്ലാഹുവേ അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇത് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ്. പടച്ചവനെ ഒരാള് പറയുന്നതും അവൻ കേൾക്കുന്നില്ല. അവൻ അഹങ്കാരം കൂടുകയാണ്, അവന് പാവപ്പെട്ടവരെ പുച്ഛത്തോടെ കാണുകയാണ്. അല്ലാഹുവേ അവൻ സമ്പത്തിന്റെ ആർത്തി കാരണം, ആ സമ്പത്ത് അധികരിച്ചത് കാരണം ഒരു അഹങ്കാരിയെ പോലെ, ധിക്കാരിയെ പോലെ,
ഒരാളുടെയും വാക്ക് കേൾക്കാതെ പടച്ചവൻ അവനിങ്ങനെ ദീപിക്കുകയാണ്. അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണ്. ഖാറൂൻ ഒരു നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉപദേശിച്ചവരാ. ഇവനൊന്ന് നന്നാകട്ടെ, ഇവൻ പണമുള്ളവനല്ലേ, ഇത് കിട്ടിയാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും അവനെ ഉപദേശിക്കുന്നത്. അതാ ഖാറൂനിനോട് പറയുന്നു, ഈ പണം മുഴുവനും നിനക്ക് തന്നത് റബ്ബാണ്. ഖാറൂൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ അറിവും എന്റെ കഴിവും കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് കിട്ടിയത്, അല്ലാതെ പടച്ച റബ്ബ് എനിക്ക് തന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവിടെ നിന്ന് പറയുകയാണ്, അവൻ ഉപദേശിക്കുന്നവരോട് മുഴുവനും അവനെ വാദിക്കുകയാണ്. അവരോട് മുഴുവനും പറയുന്നു, ഇത് എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവിടെ നിന്ന് ഖാറൂന് തള്ളിക്കളഞ്ഞപ്പോ, ധിക്കാരത്തിൽ അവൻ ഉറച്ചു നിന്നപ്പോ, സമ്പത്തിനാലും സംഗമനത്തിനാലും അഹങ്കരിച്ചവന് അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ അവലം യഅലമു അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലീ. ഖാറൂൻ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. എന്നാൽ അവന് മുമ്പ് അവനെക്കാൾ കടുത്ത സമ്പന്നന്മാരായ എത്രയോ പേരുണ്ട്. ഖാറൂനിനെക്കാളും പണക്കാരുടെ എങ്ങനെയാണ് അല്ലാഹു ഒന്നുമില്ലാതാക്കിയത് എന്നവന് ചിന്തിക്കുന്നില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പന്നതയിൽ അഹങ്കരിച്ച അവന്റെ വിശ്വാസികൾ അവൻ വിശ്വാസികളെ പ്രകോപിപ്പിക്കുകയാണ്. അവനെ ഉപദേശിക്കുന്നവരവനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. പടച്ചവനെ എന്നിട്ട് അവന് ചെയ്തത് എന്തെന്നറിയുമോ? ഇന്നൊക്കെ ചിലര് കാണിക്കുന്നത് കാണുമ്പോ നമുക്ക് തോന്നുമല്ലോ, സമ്പത്തുള്ളവന് കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോ നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നുമല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എല്ലാ ഖുർആൻ പറയുന്ന ഖാറൂനിനെ മൂസാ നബിയും തന്റെ അനുയായികളും അവിടെ ഉപദേശിച്ചു, റബ്ബ് തന്നതാടാ ഖാറൂനെ, ഈ പണം മുഴുവനും അല്ലാഹു തന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു വിഹിതം പാപങ്ങൾക്ക് കൊടുക്കൂ, നന്മയായ കാര്യങ്ങൾക്ക് കൊടുക്കൂ. ഖാറൂൻ പറഞ്ഞു, 5 നയാ പൈസ കൊടുക്കൂല, കാരണം ഇതെന്റെ കഴിവാണ്, എന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണ്, ഒരാൾക്കും ഞാൻ കൊടുക്കൂല. അപ്പൊ ഓർമ്മപ്പെടുത്തിയടാ, നിന്നെക്കാളും ഒരുപാട് സമ്പന്നന്മാരുണ്ടായിരുന്നു, അവരല്ലാഹു തകർത്തു കളഞ്ഞല്ലോ എന്ന് ഖാറൂനിനോട് പറയുമ്പോ, ഖാറൂൻ അവിടെ നിന്ന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയുമോ? ഒരു പ്രകടനം നടത്തുകയാണ്, ഒരു ഘോഷയാത്ര നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവനൊരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമാണ് കൊണ്ടുവന്നത്. ചരിത്രം പഠിക്കണം. ഇന്ന് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോൾ ചില കല്യാണത്തിനും ചില പരിപാടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാത്രം ഉപയോഗിക്കും. ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിറക്കും, വലിയ വലിയ വണ്ടികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിറക്കി നടത്താറില്ലേ? ഇവനെ എല്ലാവരും ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിലെ ഖത്തീബ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നതിന് ഇതൊക്കെ കാണിച്ചു തരുന്ന കാലമാണ്. അള്ളാഹു കാക്കമാറാകട്ടെ. പണ്ടൊരു ഉസ്താദ് പള്ളിയിൽ പ്രസംഗിച്ചു, ഫ്ലക്സി ഫുട്ബോൾ കളിയുടെ സമയത്ത് ഫ്ലക്സ് കൊണ്ടുവച്ചപ്പോൾ ഇത് പാടില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നബിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പിറ്റേ ദിവസം അതിനേക്കാളും വലിയ ഉസ്താദ് പറഞ്ഞാലും ഞങ്ങൾ വെക്കുമെന്ന് പറഞ്ഞ പോലെ അതങ്ങനെ. അപ്പൊ ഖാറൂനിനോട് പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൻ തീരുമാനിച്ചു, ഒരു പ്രകടനം നടത്തണം, ഒരു വലിയ പ്രകടനം നടത്തണം. ഏറ്റവും മനോഹരമായ ഏറ്റവും വില കൂടിയ വാഹനം കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു, ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു. അതുമാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വസ്ത്രം ഇങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു ഖാറൂൻ. ഏറ്റവും കൂടിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ട് അതിങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടന്നു. അതുമാത്രമല്ല, അവന്റെ സമ്പാദ്യത്തിൽ ഇടാൻ പറ്റുന്ന അത്രയും സ്വർണങ്ങളും അവന്റെ ആർഭാടങ്ങൾ മുഴുവനും ആഭരണങ്ങൾ മുഴുവനും ശരീരത്ത് ധരിച്ചു. അല്ലേ? ചെരുപ്പ് വരെ സ്വർണം കൊടുക്കണില്ലേ കല്യാണത്തിന്? എന്തുകൊണ്ടാ ചിരിക്കണേ? ചെരുപ്പ് വരെ സ്വർണം കൊടുത്തവരില്ലേ കല്യാണത്തിന്? അപ്പൊ ഖാറൂൻ അവന്റെ സമ്പാദ്യം മുഴുവൻ, അവന്റെ പറ്റുന്നത് മുഴുവൻ എടുത്തിട്ടു. എന്നിട്ടിങ്ങനെ വസ്ത്രവും വലിച്ചിടച്ചുകൊണ്ട്, അത് മാത്രമല്ല അവന്റെ കിരീടം അവൻ തലയിൽ വെച്ചു.
അവന്റെ തൊപ്പി അവൻ തലയിൽ വെച്ച് വലിയ സ്വർണത്തിന്റെ കിരീടം. എന്റെ പ്രിയപ്പെട്ടവരെ, അവരിങ്ങനെ അതാ അംഗരക്ഷകരെ കൂട്ടുകയാണ്. പണമുണ്ട് എങ്കിൽ പരിസരമ ജനനിബിഡമാ, കൂത്ത് തീർന്നാൽ കൂത്തുകാരം മാത്രമാ. തഴവസ്ഥാന്റെ ബൈത്ത് എത്ര സത്യ. പണം ഉണ്ടെങ്കിൽ ആളില്ലേ മുന്നിലും പുറകിലും. പണം ഉണ്ടാക്ക പണം ഉണ്ടെങ്കിൽ പടച്ചവന് ആളിങ്ങനെ നിൽക്കും. വണ്ടിയും ബഹളവുമായിട്ട് എപ്പം നോക്കിയാലും ഓളം. കാരണം എൻ്റെ കാന ഇഷ്ടം പോലെ ഉണ്ട്, പൈസ ഉണ്ട്, സുഖമുണ്ട്. പണം തീർന്നാലോ ആർക്കും വേണ്ട. പണമുണ്ട് എങ്കിൽ പരിസരം ATM-ൽ പൈസ ഉണ്ടെങ്കിൽ പോലീസുകാരൻ കാവല് നിൽക്കൂലേ? കാവല് എടുക്കാൻ ആളും. പൈസ ഇല്ലെങ്കിലോ ആരുമില്ല, പട്ടി കയറി കിടക്കും അവിടെ. ഇതെന്നെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ കാറൂനിന്റെ കൂടെ ആളുണ്ടായിരുന്നു, അംഗരക്ഷകർ. അങ്ങനെ വലിയ പ്രകടനം നടത്തി. ഖുർആൻ പറയുകയാ, فخرج على قومه من زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടന്ന് പറയുകയാണ്, ജനമധ്യത്തിലൂടെ കാറൂൻ ഇങ്ങനെ പ്രകടനം നടത്തുകയാണ്, പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുകയാണ്. അവനിങ്ങനെ ആഡംബരത്തോടുകൂടി സർവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് കോടികൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ട് പ്രകടനം നടത്തുമ്പോ പടച്ചവനെ ഈമാൻ കുറഞ്ഞവരുണ്ടല്ലോ, വിശ്വാസം ഉറയ്ക്കാത്തവരുണ്ടല്ലോ, അവര് പറയുന്നു കാറൂനിന് ലഭിച്ച അനുഗ്രഹമാ, കാറൂൻ എത്ര വലിയ ഭാഗ്യവാനാ, ഞങ്ങൾക്കും ഇതുപോലെ ലഭിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ. ഈമാനില്ലാത്തവൻ, വിശ്വാസമില്ലാത്തവൻ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്തവൻ അവൻ കാറൂൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ അവൻ പറഞ്ഞു, കാറൂനിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹമാ, എത്ര വലിയ ഭാഗ്യമാനാ. പടച്ചവനെ, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. ജനങ്ങൾ അവിടെ നിന്ന് ആശിക്കുകയാണ്, തീർച്ചയായും അവന് ഭാഗ്യമുള്ളവനാണ് എന്ന് ജനങ്ങൾ പറയുമ്പോ കാറൂനിന്റെ പ്രകടനം കണ്ടിട്ട് ജനങ്ങൾ അവിടെ നിന്ന് പലരും വിലയിരുത്തുമ്പോൾ ചില ആൾക്കാർ ഈമാന് കുറഞ്ഞു പോയവർ അവരിങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വഖാലല്ലദീന ഊതുൽ ഇൽമ വയൽഖുസവാബുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വിലയിരുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പടച്ചവനെ, ഈമാനുള്ളവർ ക്ഷമയുള്ളവരാണ്. അവരൊരിക്കലും സമ്പത്ത് കാണുമ്പോ, അധികാരം കിട്ടുമ്പോ, ആള് കൂടുമ്പോ അല്ലാഹുവിനെ മറന്നു പോകുന്നവരല്ല, അവർ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരല്ല, അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ പലരും പറയാൻ തുടങ്ങി, കാറൂനിനെ പോലെ സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെയും ആള് കൂടുകയാണ്. പടച്ചവനെ, അങ്ങനെ വിശ്വാസികൾ പോലും പറയാൻ തുടങ്ങുമ്പോ അല്ലാഹു അവനെ നിസ്സാരമാക്കി കാണിക്കുകയാ. അല്ലാഹു ചെയ്തതെന്തെന്നറിയുമോ? പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, ആൾബലത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സമ്പന്നതയിൽ അഹങ്കാരം നടിച്ച കാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? ഏറ്റവും കൂടുതൽ വിലയുള്ള വാഹനമെടുത്ത്, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ഭൂമിയിലൂടെ വലിച്ചടച്ച്, അല്ലാഹുവേ, തലയിൽ കിരീടം വെച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് നാട്ടുകാരെ കാണാൻ റോഡിലൂടെ ഷോ നടത്തിയ കാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫഅതി യൻസുറൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടച്ചവനെ അവനിങ്ങനെ പ്രകടനം നടത്തിയല്ലോ. ജനങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ്, ഇതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. അവന് ഭാഗ്യവാനാ, അവൻ ഭാഗ്യവാനാ. ജനങ്ങൾ മുഴുവനോ പറയുകയാണ്. എങ്കിൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട്
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അവന്റെ സമ്പാദ്യവും അവന്റെ കൊട്ടാരങ്ങളും സർവ്വതും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ജനങ്ങൾ നോക്കി നിൽക്കെ ലൈവായിട്ട് കാണുകയാണ്. ലൈവായിട്ട് ജനങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. അവന്റെ വീടില്ല, അവന്റെ കൊട്ടാരമില്ല, അവന്റെ പണമില്ല, അവന്റെ കൂടെയുള്ളവരില്ല, ഒന്നുമില്ലാതെ ഭൂമിയുടെ അടിയിലേക്ക് അല്ലാഹു വിഴുങ്ങിക്കളഞ്ഞു, അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞു. ജനങ്ങൾ കാണുകയാണ്. ആ സമയത്ത് അവര് പേടിച്ചു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅസ്ബഗല്ലദീന തമന്നവൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. ഈ കാഴ്ചയങ്ങ് കണ്ടു കഴിയുമ്പോ ഇന്നലെ അവന്റെ സ്ഥാനം കൊതിച്ചവർ, അവനെ പോലെയാകണമെന്ന് കൊതിച്ചവർ, അവനെ പോലെ പണം വേണമെന്ന് കൊതിച്ചവർ, അവന് ഭാഗ്യവാനാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ. അല്ലാഹുവേ, എന്തൊരു കഷ്ടമാ അല്ലാ. ഇന്നലെ കാറൂനിനെ വാഴ്ത്തിയവരാ, ഇന്നലെ കാറൂനിനെ പുകഴ്ത്തിയവരാ, അവനെ പോലെ ആകണമെന്ന് കൊതിച്ചവരാ. പക്ഷേ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുത്തപ്പോ അവര് പോലും പറഞ്ഞു, എന്തൊരു കഷ്ടമാ, എന്തൊരു നാശമാ. അഹങ്കരിച്ചതിന് അല്ലാഹു കൊടുത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ അവര് പടച്ച റബ്ബിലേക്ക് മടങ്ങുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവർ, മതിമറന്ന് നടക്കുന്നവർ, ധിക്കാരികളെ പോലെ കഴിയുന്നവർ, സമ്പത്ത് കൂടുമ്പോ അഹങ്കരിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവർ, തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പാഠമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പലതും മറക്കുമല്ലോ. പല ആഘോഷങ്ങളും കടന്നു വരുമ്പോ പടച്ചവനെ എന്ത് നിയമമാ. പള്ളിയിലെ ഖതീബ് പറയുന്നത് അവിടെ കിടന്ന് പറയുമല്ലോ. അവരൊക്കെ പഴഞ്ചന്മാരാണല്ലോ, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാമല്ലോ, നമുക്കിവിടെ ആഘോഷിക്കാമല്ലോ, അടിച്ചു പൊളിക്കാമല്ലോ, അതിലൊന്നും ഒന്നുമില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്നതിന് മുമ്പ്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് കാറൂനിന്റെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പണവും അധികാരവും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോ അല്ലാഹുവും എന്ത് ഖുർആൻ, എന്ത് അല്ലാഹ്, എന്ത് നബി, എന്ത് നിയമം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ കാറൂനിൻ്റെ ചരിത്രം വിവരിച്ചു തരുന്നു. അത് അവസാനിക്കുമ്പോൾ അല്ലാഹു ഒരു പാഠമെന്ന നിലയ്ക്കാണ്, എല്ലാവർക്കും ഒരു പാഠമെന്ന നിലയ്ക്ക് നമ്മെ ഇപ്രകാരം അറിയിക്കുന്നുണ്ട്. അല്ലാഹു കാറൂനിൻ്റെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ആ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയും. ഇതൊന്നും അലവില്ല, ഒന്നുമല്ല ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് മാത്രമേ അന്തിമമായിട്ടൊരു വിജയമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവന് പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കരിക്കുകയും അള്ളാഹുവിനോട് നന്ദികേടുകൾ കാണിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും ഒരു പാഠമായിട്ടാണ് ഈ കാറൂനിൻ്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നത്. ഈ കാറൂനിന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്, അവന്റെ അവസാനം എങ്ങനെയാണെന്ന് വിവരിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആ ഒരു വലിയ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവർക്ക് എന്നും പഠിക്കുവാൻ ഇതൊരു മുന്നറിയിപ്പും താക്കീതുമായിട്ടാണ് ഖുർആൻ നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞല്ല. ചരിത്രം പറയുന്ന പുസ്തകമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അത് അള്ളാഹു നമുക്കൊരു മുന്നറിയിപ്പ് തന്നതാ. അള്ളാഹു അവിടെ നിന്നൊരു മുന്നറിയിപ്പ് തന്നതാണ്. ഒരു പാഠം ഇടാൻ ഇതൊക്കെ നീ കണ്ടുപടി. നിന്റെ മുൻഗാമികൾക്ക് സംഭവിച്ചതാണല്ലോ. നിന്നെക്കാളും വലിയ വലിയ കൊലകൊമ്പന്മാര് ജീവിച്ചിരുന്നല്ലോ. അവർക്കൊക്കെ സംഭവിച്ച മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നത് അല്ലാഹുവേ വഖാറൂന വഫിർഔന വഹമാൻ വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത് ഫസ്തക്ബറൂ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കാറൂനിനെയും ഫിർഔനിനെയും ഹാമാനിനെയും നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് നീ കണ്ടിട്ടില്ലേ? ഖുർആൻ ചോദിക്ക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു. കാറൂൻ, ഫിർഔൻ, ഹാമാൻ സാധാരണ ആൾക്കാരാണോ? ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ മുക്കിക്കൊന്ന ദിവസമല്ലേ? ഒരുപാട് ചരിത്രങ്ങൾ, ഏറ്റവും മഹത്വമേറിയ അള്ളാന്റെ ഒരുപാട് സഹായം ലഭിച്ച ദിവസമായിരുന്നു. നാം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അള്ളാഹു ചോദിക്കുന്നു, എടാ അള്ളാഹ് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ നമുക്ക് അള്ളാഹിനോട്? അള്ളാഹു കാറൂനിന്റെ ചരിത്രവും ഫിർഔൻ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ചില്ലുകൂട്ടിനകത്ത് കടത്തിയിരിക്കുന്ന ഫിർഔനിനെ എന്തിനാ അള്ളാഹ് വെച്ചിരിക്കണേ? നാം അടിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ചത്തുപോയിട്ടും 300 കൊല്ലം കടലിൽ കടന്നിട്ടും നശിക്കാതെ, ആ ഉപ്പുവെള്ളത്തിൽ കടന്നിട്ട് അവന്റെ ശരീരം പോകാതെ, നശിച്ചു പോകാതെ ഇന്നും മ്യൂസിയത്തിൽ ഈജിപ്തിൽ പോയാൽ കാണാൻ ഇങ്ങനെ കിടപ്പുണ്ട്. വല്ലാത്ത നീളവാവന്, അല്ലാഹു ആലം, പടച്ചോ നമ്മളെ കാക്കുമാറാകട്ടെ. വല്ലാത്ത നീളം, ഇങ്ങനെ നീണ്ടത് ഇവർ, ഞാൻ വിചാരിച്ചു എനിക്കാ വലിയ നീളമൊന്നും. പണ്ടുള്ള ആൾക്കാരുടെ, നമ്മളൊക്കെ ചില മക്കാമുകളിൽ മുത്തുപ്പെട്ട ദാവൂദ് ഹക്കീം റളിയല്ലാഹു മുത്തുപ്പെട്ട ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബറൊക്കെ വലിയ നീളമാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ നീളമുണ്ട്, വല്ലാത്ത നീളം. ഇപ്പം നമ്മളൊക്കെ ചോദിക്കും, ഇത്രയും നീളമുള്ള ആൾക്കാരെ കൊണ്ടോ? ഇത്രയും നീളം എന്തിനാ? ഇപ്പം പണ്ടുള്ളവരുടെ കഥ പറയുന്നത് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ എന്നാ ഹൈറ്റുള്ള ആൾക്കാരെ കാണാം, ഏറ്റവും നീളമുള്ള മനുഷ്യന്മാര്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ വല്ലാത്ത നീളം ഓനിട്ട, ഓന് വല്ലാത്ത നീളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. പോയി കാണണം, ഓനെ കാണുമ്പോ ചിരി വരും കേട്ടാ. കാരണം ഞാനാ അല്ലാന്ന് പറഞ്ഞു കിടന്നവനല്ലേ, കിടക്കണ കിടപ്പൊന്ന് കാണണം. ഇതൊക്കെ തന്നെ നമ്മുടെ അവസാനം. അല്ലാഹു കാക്കുമാറാകട്ടെ. അഹങ്കരിച്ച് നടക്കുന്നവരുടെയൊക്കെ പര്യവസാനം. ഇതൊക്കെ തെളിവുകളാ. ഞാൻ പോയി കണ്ടത് കൊണ്ടാ പറയണേ. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഊട്ടിയും കൊടൈക്കനാലും മൈസൂറും ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഗോവയിൽ പോയിട്ടുണ്ട് ഉസ്താദ് അല്ലേ? ബാംഗ്ലൂരും ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈജിപ്തിൽ ഇതുവരെ കാണാം. അവിടേക്കാ പോണ്ടത്. അല്ലാഹ് പറഞ്ഞില്ലേ പോകാൻ? അല്ലാഹ് പറഞ്ഞില്ല പോകാൻ. ഊട്ടിയിലാ പോകാൻ പറഞ്ഞേ ഉസ്താദ്? അല്ലാഹ് പറഞ്ഞിട്ടില്ലേ യാത്ര പോകാൻ? എങ്ങോട്ട്? ഊട്ടിയിലെ തണുപ്പറിയാൻ. അള്ളാന്റെ ദൃഷ്ടാന്തമല്ലേ. മൂന്നാറ് പോയിട്ട് മൂന്നാറിന്റെ തണുപ്പറിയണ്ടേ? ഗോവയിൽ പോയിട്ട് കടൽ തിരമാലകൾ എണ്ണണ്ടേ? അതിനെന്തിനാ ഗോവയിൽ പോണ? ആലപ്പുഴ പോയ പോരെ? ഇവിടെ ഇതൊക്കെ നമ്മൾ പോകേണ്ടിടത്തൊന്നും പോകാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ എല്ലാം നമ്മുടെ പള്ളിയിൽ നിന്ന് അൽഹംദുലില്ലാ അങ്ങ് ഉള്ളാളം മുതൽ നമ്മൾ ഒരുപാട് മക്ബറകൾ സിയാറത്ത് ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഇൻഷാ അള്ളാഹ്. ഈ ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് അജ്മീറിൽ പോകണമെന്ന്. അൽഹംദുലില്ലാ സുൽത്താനുൽ ഹിന്ദ് അവിടെ പോകണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ ഇൻഷാ അള്ളാഹ്. ഞാൻ പോവാം, ആരെങ്കിലും വരണമെങ്കിൽ കൂടിക്കോ ഇൻഷാ അള്ളാഹ്. നിങ്ങൾ പോകണില്ലേ ഇപ്പം? ചിരിച്ചോണ്ടിരി. പച്ചക്കറി കച്ചവടം ഉസ്താദെ, തടി കച്ചവടം ഉസ്താദെ, ബേക്കറി ഉസ്താദെ, പച്ചക്കറി കൊണ്ട് ഉസ്താദെ പോണ്ട ഉസ്താദ് ഒക്കെ അവിടെ പോയിരുന്നു. ഇൻഷാ അള്ളാഹ് പോണ്ടിടത്തൊക്കെ പോ. ദുനിയാവ് നമ്മൾ പറയും, എന്തെങ്കിലുമൊക്കെ നന്മ കാര്യം പറയുമ്പോൾ ദുനിയാവ് പറയും. അതങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ദുനിയാവ് ശല്യം നോക്കണേ, സജിയണ്ണ ഓട്ടോ ഒക്കെ ഓടിക്കണം, പഠിച്ചൊരു കടയൊക്കെ നോക്കണം. അതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും സമയമില്ല ഉസ്താദ്. ഇപ്പോഴാണ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കടയൊക്കെ തുറന്ന്, ഇപ്പം പോയില്ലെങ്കിൽ അവിടെ തന്നെ പോയിരുന്നു. ആരാ കട തന്നതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. 1 അജ്മീറിൽ പോകണം, 2 ഉംറയ്ക്ക് പോകണം. അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ. വർഷത്തിലൊരിക്കൽ പോണേ ഞാൻ. വർഷത്തിലൊരിക്കൽ ഉംറ അള്ളാന്റെ കഅബാലയം കാണാൻ പോകുന്ന. ഇപ്പം 2 കൊല്ലം അവറായി പോയിട്ട് ഇൻഷാ അള്ളാഹ് ഫസ്റ്റ് ഫ്ലൈറ്റ് എപ്പോഴാണ് കിട്ടണം അപ്പം കയറിപ്പോയേക്കും. വാക്സിൻ എടുക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് കയറിപ്പോയേക്കും ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ. എന്തായാലും അജ്മീറി അടുത്ത മാസം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഇതൊന്ന് വാർത്തിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഈ പള്ളിയുടെ വാർപ്പൊന്ന് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അജ്മീറിൽ പോകണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലുമൊക്കെ വരണുണ്ടെങ്കിൽ കേട്ടാ ഇൻഷാ അള്ളാഹ്. ആരെങ്കിലും വരണുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞാൽ മതി ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്ക് പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അഹങ്കരിച്ച് നടന്ന കുറെ ആൾക്കാരുണ്ട്. അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകും. അതങ്ങനെ ചിലത് കണ്ടാലും കൊണ്ടാലൊന്നും പഠിക്കൂല. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ പള്ളിയിൽ ഇപ്പൊ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ പള്ളിയിൽ ഇന്ന് വെള്ളിയാഴ്ച രാവായിരുന്നു ഹദ്ദാദ് ഓതി. എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ പള്ളിയുടെ പിരിവുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് ഓരോ ദിവസം നീണ്ടു പോകാം. ഒരു സഹോദരി, ആ പൊന്നുമോള് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയ മകളാ. 6 സർജറി കഴിഞ്ഞു. എൻ്റെ വയത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും സഹോദരിമാരും കേൾക്കണം. ആ പൊന്നുമകൾക്ക് 9ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് സർജറി. 6 എണ്ണം കഴിഞ്ഞു, ഒന്നിനു പുറകെ ഒന്നൊന്നായി. എന്തൊരു വേദനയെന്നറിയോ? ആ പൊന്നുമകൾ ഇപ്പൊ വീണ്ടും ഒരു സർജറി, 7ാമത്തെ സർജറിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ദുആ ചെയ്യോ. ഞാൻ ആ സമയത്ത് പറഞ്ഞു, ഇൻഷാ അല്ലാ അതിലെ വല്ല വരുന്ന വഴിയിലാണെങ്കിൽ കയറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾ എനിക്ക് മെസ്സേജ് ഇടുന്നു, ഉസ്താദേ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വേദനയാ ഉസ്താദേ, ഉസ്താദ് ഒന്ന് പെട്ടെന്ന് വരുവോ, ഉസ്താദ് വന്ന് ദുആ ചെയ്തിട്ട് എനിക്ക് ആശുപത്രിയിൽ പോകാനാ. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് വല്ലാത്തത്. വാപ്പ വിളിക്കും, മകള് വിളിക്കുന്നു. ഇവിടെയൊക്കെ വലിയ തിരക്കായത് കാരണം അത് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അവസാനം രാത്രി ഞാൻ എങ്ങനെയും ആ പൊന്നുമകളുടെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. 19 വയസ്സേ ഉള്ളൂ, കാണാൻ സുന്ദരിയായ പൊന്നുമോൾ. രാത്രി ഞങ്ങളെയും കാത്ത് വാപ്പ റോഡ് സൈഡിൽ കാത്തു നിന്നു. ആ പൊന്നുമകളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അത്ഭുതം. നിങ്ങൾ ചിന്തിക്കണം, 19 വയസ്സുള്ള മകള് 6 പ്രാവശ്യം ഇനിയും വയ്യ ഉസ്താദേ, ഇനിയും വയ്യ, 7ാമത്തെ സർജറിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക ആ പൊന്നുമോൾ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോളെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറകണ്ണുകളോട് ആ കുടുംബം, സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനെടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് പലർക്കും കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയും ആ പൊന്നുമോളുടെ അവസ്ഥ. ഉമ്മ കരയുന്നു, വാപ്പ കരയുന്നു. എത്രയോ ലക്ഷങ്ങൾ അല്ലാഹു ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. വലിയ സങ്കടം. പക്ഷെ ഇറങ്ങുമ്പോ ആ പൊന്നുമോൾ എൻ്റെ കയ്യിലേക്ക് കുറച്ച് ഹദ്ദാദിന്റെ കിതാബ് എടുത്തു തന്നു. കുറച്ചു ഹദ്ദാദിന്റെ കിതാബ്. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹദ്ദാദിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. എൻ്റെ രോഗം ശിഫയാകാൻ, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പള്ളിയിൽ വെച്ച് ഓതുന്ന ഹദ്ദാദ് ഓതുന്നതിന് വേണ്ടി കുറച്ചു കിതാബുകൾ എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. അല്ലാഹു ആ ഹദ്ദാദ് റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ പൊന്നുമോൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ വഅദ് കേട്ടിട്ട് ആ കുട്ടിക്ക് ഹദ്ദാദിന്റെ വില മനസ്സിലായി. നമുക്കോ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്, ഇന്നു മുതൽ ഈ പള്ളിയിൽ എന്നുവരെ ക്ലാസ് ഉണ്ടോ ആ ക്ലാസിന്റെ അവസാനം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഹദ്ദാദ്, ഇന്ന് മുഹറം 10 ഇന്ന് തുടങ്ങുകയാ. ഇന്ന് ക്ലാസ് അവസാനിക്കുമ്പോൾ ഹദ്ദാദ് ഓതിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സമയമുള്ളവർക്ക് ഇരിക്കാം, തിരക്കുള്ളവർക്ക് പോകാം, ഒരു നിർബന്ധവുമില്ല. ഇന്നു മുതൽ ഈ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിൽ അവസാനം ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് ഓതും. എല്ലാ ദിവസവും ഫാത്തിഹയൊക്കെ ഓതി മുസമ്മിൽ ഉസ്താദ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. നാളത്തെ ക്ലാസ് തുടങ്ങുന്നത് ഹദ്ദാദ് ഓതിയിട്ട് തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഇന്ന് ഓതിയിട്ടില്ല, ഇന്ന് അവസാനം ഹദ്ദാദ് ഓതി ദുആ ചെയ്തിട്ട് നമ്മൾ പിരിയത്തുള്ളൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതി തുടങ്ങിക്കോ. ഹദ്ദാദ് റാത്തീബ്. ഞങ്ങൾ പള്ളിയുടെ പിരിവുമായി പോയി. പള്ളിയുടെ പിരിവുമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും നമുക്ക് സംഭാവന തരുന്നു, രസീത് കുറ്റി കൊടുക്കുന്നു, ഇല്ലേ? സംഭാവന തന്നു, നമ്മുടെ പള്ളിക്ക് വേണ്ടി പൈസ തരുന്നു. അൽഹംദുലില്ലാഹ് റെസിപ്റ്റ് എഴുതി കൊടുത്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ കയ്യിൽ ആകെ തിരിച്ചു കൊടുക്കാൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും 100 കണക്കിന് പരാതികളാണ്. 100 കണക്കിന് വേദനിപ്പിക്കുന്ന, കണ്ണ് നിറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ദുആ ചെയ്യാൻ പറയുന്നത്. അവസാനം ഞങ്ങളുടെ കയ്യിലിരുന്ന ഓരോ ഹദ്ദാദിന്റെ കിതാബും ഓരോ വീട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു, തരാൻ ഇത് മാത്രമേ ഉള്ളൂ, ഒരു ദിവസം പോലും മുടക്കരുത്, ഒരു ദിവസം പോലും മുടക്കരുത്. പള്ളിക്ക് പൈസ തന്ന ഓരോ വീട്ടിലും കൊടുത്തത് ഹദ്ദാദിന്റെ കിതാബ. കാരണം എന്തേ? അതിന്റെ മഹത്വവും പവിത്രതയും അത് ഓതുന്നതിലൂടെ കിട്ടുന്ന വലിയ നേട്ടം എന്താണെന്ന്
അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ ദിവസവും ഓതണമെന്ന് പറയണില്ല. ആഴ്ചയിൽ നമ്മുടെ ക്ലാസ് എന്നുണ്ടോ ആ ക്ലാസിൻ്റെ അന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദ്ദാദ് ഓതും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ, സമയമുള്ളവർ ഇൻഷാ അല്ലാഹ്, ഇന്ന് മുഹറം 10 അള്ളാഹു ആദരിച്ച ദിവസം. ഇന്ന് നമ്മുടെ ക്ലാസ് തീരുന്നത് ഒരു 10 മിനിറ്റ് നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരുന്ന് ഹദ്ദാദ്, നിങ്ങളൊക്കെ അറിയുന്നവരാ, നിങ്ങളൊക്കെ ഹദ്ദാദ് ഓതാൻ അറിയുന്നവരാ. അൽഹംദുലില്ലാ, നിങ്ങളുടെ വീടിനകത്തിരുന്ന് നിങ്ങൾ ഓത്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓതാം ഇൻഷാ അല്ലാഹ്. അത് ഓതിയിട്ട് വേണം നമുക്ക് ദുആ ചെയ്തു പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇന്ന് കുറെ ചക്കന്മാരുണ്ടല്ലോ. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:15 കറക്റ്റ് 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ഈ ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു ഇങ്ങനെ പറഞ്ഞു തരുമ്പോ വെറുതെ പറഞ്ഞതല്ല. ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ പോലും അവിടുന്ന് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വഖാറൂന വഫിർഔന വഹമാൻ വലഖദ് ജാഅഹും മൂസാ بالبينات فاستكبروا في الأرض وما كانوا سابقين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഫിർഔനിന്റെയും ഖാറൂനിന്റെയും ഹാമാനിന്റെയും ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമല്ലോ, ഇതിൽ നിന്ന് പാഠം പഠിക്കണമല്ലോ. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഖാറൂനിന്റെ സംഭവത്തിൽ പല പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടവരാ. ഖാറൂനിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടവരാണ്. ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് അയാളുടെ ഇഷ്ടം കാരണമല്ല എന്ന് നീ തിരിച്ചറിയുക. എടാ, ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയുമോ? നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ താടിയുടെ വലിപ്പം കണ്ടിട്ട്, പടച്ചവന് നിന്റെ കുടുംബ മഹിമ കണ്ടിട്ട് അല്ലാഹ് സ്നേഹത്തോടെ വാരിത്തന്നതല്ല. ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ പാഠം, സമ്പത്ത് നൽകുന്നത് ഒരാളോടുള്ള ഇഷ്ടം കാരണമല്ലെന്ന് തിരിച്ചറിയൂ. സമ്പത്ത് അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും നൽകുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തെന്ന് പറയുന്നത്, പണമെന്ന് പറയുന്നത് അല്ലാഹു പടച്ചവനെ എല്ലാവർക്കും കൊടുക്കും. ശത്രുവിനും കൊടുക്കും, നല്ലവനും കൊടുക്കും, നന്മ ചെയ്യുന്നവനും കൊടുക്കും, വഴിപ്പെടാത്തവനും കൊടുക്കും. അംബാനിക്കും അല്ലാഹു പണം കൊടുക്കും, യൂസുഫ് അലിക്കും അല്ലാഹു പണം കൊടുക്കും. ഈ പായിപ്പാടിൽ ഏറ്റവും പാവപ്പെട്ടവനും അല്ലാഹു പണം കൊടുക്കാൻ കഴിവുണ്ട്. ചിലർക്ക് അല്ലാഹു പണം കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കൂല. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അത് അല്ലാഹുവിന്റെ ഇഷ്ടമാ. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, പണമെന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാ. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ, സമ്പത്തെന്ന് പറയുന്നത് അല്ലാഹു ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ കൊടുക്കുന്നതല്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നബിയിന റസൂലുള്ളാഹി. സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണോ? ആണോ? അല്ല. അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. ഇഷ്ടമുള്ളവരും കൊടുക്കും, ഇല്ലാത്തവരും കൊടുക്കും. എങ്കിൽ അല്ലാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? പറഞ്ഞങ്ങാതി. അല്ലാഹു ഇഷ്ടപ്പെട്ട കൊടുക്കുന്ന സാധനം എന്താ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നില്ല?
അള്ളാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു കൊടുക്കുന്ന എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹു അവന് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായ അള്ളാഹ് സമ്പത്തല്ല കൊടുക്കുക, അള്ളാഹ് എന്ത് കൊടുക്കും? അവൻ ഈമാൻ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കും, ഈമാൻ അങ്ങോട്ട് ഉറപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അങ്ങനല്ല, അള്ളാഹു അതൊരു പരീക്ഷണമായിട്ടാണ് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. അള്ളാഹു ഒരാൾക്ക് പണം കൊടുത്താൽ നീ അഹങ്കരിക്കരുത്. അന്നബൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല إن الله تعالى قسم بينكم أخلاقكم كما قسم بينكم أرزاقكم وإن الله تعالى يعطي المال من أحب ومن لا يحب ولا يعطي الإيمان إلا من يحب. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഉപജീവനം വിതച്ചതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങൾക്കിടയിൽ അല്ലാഹു വീതിച്ചു കൊടുക്കുന്നതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ലാഹു വീതിപ്പിച്ചു കൊടുക്കും, ഇതുപോലെ സ്വഭാവ ഗുണങ്ങളും അല്ലാഹു കൊടുക്കും. പക്ഷേ അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അല്ലാഹു സമ്പത്ത് നൽകും. പക്ഷേ ഈമാൻ ഉണ്ടല്ലോ, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു കൊടുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കേണ്ട പാഠമാണ്. സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു ഇഷ്ടമുള്ളവർക്കേ കൊടുക്കൂ. അതുകൊണ്ട് ഖാറൂനിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നല്ല സമ്പത്ത്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒന്നല്ല സമ്പത്തെന്ന് നീ തിരിച്ചറിയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ ഗുണപാഠം എന്താ? നമ്മുടെ അറിവും കഴിവും കൊണ്ടാണ് സമ്പത്ത് ലഭിച്ചതെന്ന ചിന്ത ഒരിക്കലും നിനക്ക് വേണ്ട. എൻ്റെ യുവത്വമേ, എൻ്റെ പ്രിയപ്പെട്ട പുത്തൻ പണക്കാരാ, മോനെ, നിനക്ക് അല്ലാഹു പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠമാ. ചെറുപ്പക്കാര് പറയും, എനിക്ക് പണമുണ്ടായത് എൻ്റെ തലയ്ക്കുള്ള ബുദ്ധി കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് പണമുണ്ടായതെന്ന് പറയുന്ന യുവത്വമേ, വേണ്ടടാ മോനെ, അത് അഹങ്കാരത്തിന്റെ വാക്കാടാ. ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ എമ്മക്കാരനാണ്, ഞാനതാ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാൻ കഷ്ടപ്പെട്ടു പഠിച്ചിട്ടുണ്ടാക്കിയ സമ്പത്താ എന്ന് പറയുന്ന മുസ്ലിമേ, പലരും പറയുമല്ലോ, പടച്ചവനെ, ഞാൻ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പലരും പറയുമല്ലോ, ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പാഠം പഠിച്ചു വെച്ചോ. ഒരാളും പറയരുത് ഇത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതായി സമ്പത്തെന്ന് നീ പറയല്ലേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.